الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم نفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها فإذا حكمتم بين الناس أن تحكموا بالعدل إن الله يعظكم به إن الله كان سميعا بصيرا. صدق الله العلي العظيم وصدق على رسوله الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين. ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസികൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വിശുദ്ധ റമദാനിലും ഈദുൽ ഫിത്റിന്റെ ആഘോഷത്തിനൊക്കെ ശേഷം വിശ്വാസി സമൂഹം അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു യൗമുൽ ജുമുഅ കൂടി സാക്ഷികളായിരിക്കുകയാണ്. റബ്ബ് തന്റെ അടിമക്ക് ഒരുക്കി വെച്ച് തന്നിട്ടുള്ള ഫളലുകളിൽ എല്ലാ ആഴ്ചയും നാം അനുഭവിക്കുന്ന ഒരു ഫളലാണ് യൗമുൽ ജുമുഅ എന്നത്. ആ ഫളലുകളെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, റമദാനിൽ നമ്മൾ അനേകം ശീലങ്ങൾ പതിവാക്കിയ മനുഷ്യരായിരുന്നു. നമ്മള് ഒരു ശീലം എവിടെ നിന്ന് തുടങ്ങി എന്നിടത്തല്ല, മറിച്ച് നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്തി വെക്കാൻ, ജീവിതം ക്രമപ്പെടുത്തി വെക്കാൻ എത്രത്തോളം സാധിക്കുന്നു എന്നതിനകത്താണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം ഇരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനേകം ശീലങ്ങൾ നമ്മൾ പതിവാക്കിയിരുന്നു. ഇന്നും ഇന്നലകളിലൊക്കെ ആയിട്ട്
നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ അമലുകളെ, നമ്മുടെ കാര്യങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഇന്നും ഇന്നലെയും എന്ന് ഞാൻ സൂചിപ്പിക്കാനും ചില കാരണങ്ങളുണ്ട്. നമുക്കറിയാം, വിശുദ്ധ റമദാനിന് ശേഷം, ഈദുൽ ഫിത്റിന്റെ ആഘോഷങ്ങൾക്ക് ശേഷം ഉള്ള ദിനങ്ങളിൽ നമ്മുടെ ഫർദ് നമസ്കാരങ്ങളുടെ ഗ്രാഫ് എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മുടെ മറ്റു ഇബാദത്തുകളുടെ സ്ഥാനം എവിടെയാണ് എത്തി നിൽക്കുന്നത്? അല്ലാഹുവിന്റെ കലാമുമായിട്ടുള്ള നമ്മുടെ ബന്ധം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇവ എത്രത്തോളം നമ്മൾ റമദാനിൽ ചെയ്തതിനോട് സമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ആത്മവിചിന്തനത്തിന്റെ ചോദ്യമാണ്. നമ്മൾ ധാരാളം അമലുകൾ ചെയ്തു, ധാരാളം ഇബാദത്തുകൾ നമ്മൾ നടത്തി. അതിനൊരു തുടർച്ചയുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മള് ഈദുൽ ഫിത്റിന്റെ ആഘോഷത്തിൽ തിമിർത്താടുന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ ഫർദ് നമസ്കാരങ്ങൾ എത്രത്തോളം കൃത്യതയോടുകൂടി നമുക്ക് നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇത് നമ്മളൊന്ന് ആത്മവിചിന്തനം നടത്തി കൃത്യപ്പെടുത്തേണ്ട വലിയൊരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു പുണ്യങ്ങളുടെ പൂക്കാലം എന്നോണം റമദാനിലൂടെ അനേകം സുവർണാവസരങ്ങൾ നേടിയെടുക്കാൻ, സുവർണാവസരങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമുക്ക് സമയം നമുക്ക് അനുവദിച്ചു തന്നു. ആ അമലുകൾ, ആ ഇബാദത്തുകൾ, അത് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് അതിനെ മാറ്റി തീർക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ചോദ്യം. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ കേട്ടതുപോലെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ റമദാനിൽ അവൻ നേടിയെടുത്ത ഊർജം, ആ ഒരു കരുത്ത്, അത് അവന്റെ തുടർന്നുള്ള ജീവിതത്തിൽ എത്രത്തോളം വഴിവെളിച്ചമായിട്ടുണ്ട്, തുടർന്നുള്ള ജീവിതത്തിൽ അവനക്കത് ചേർത്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ടോ, ആ ചേർത്ത് വെക്കലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുത്ത ഇബാദത്തുകൾക്ക്, അമലുകൾക്ക് പടച്ചറപ്പ് നമുക്ക് പ്രതിഫലം നൽകുക. വലിയ സുവർണാവസരമായിരുന്നു, എല്ലാം കൊണ്ടും പുണ്യമാക്കപ്പെട്ട, ഓരോ നിമിഷങ്ങൾക്കും ഇരട്ടി പുണ്യം ലഭിക്കുന്ന ആ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്ത അമലുകളുണ്ടല്ലോ, ആ അമലുകൾക്ക് പ്രതിഫലം നൽകുന്നത് പടച്ചറപ്പ്. ഇതിന് ശേഷം നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ, അതിന്റെ ഇൻകം എന്താണ്, അതിന്റെ ഔട്ട്കം എന്താണ് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇതുപോലെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു പരീക്ഷണ കാലഘട്ടം, അത് സുവർണാവസരങ്ങൾ കൊണ്ട് പുണ്യമാക്കപ്പെട്ട ആ ഒരു ദിനരാത്രങ്ങളിൽ അവൻ നേടിയെടുത്ത ഊർജത്തെ എത്രത്തോളം അവൻ ഔട്ട്കമോടുകൂടി നമ്മൾ ശേഷമുള്ള ദിനരാത്രങ്ങൾ അവൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതിനാണ് റബ്ബ് അതിന് പ്രതിഫലം നൽകുക എന്ന് നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. അത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കേണ്ടതുണ്ട്. ഈ തുടർച്ച നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശേഷമുള്ള ദിനരാത്രങ്ങളിൽ നമ്മള് നേടിയെടുത്ത പുണ്യങ്ങളെ തകിടം മറിക്കുന്ന രൂപത്തിലാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നത് എന്നുള്ളതാണ്. ധാരാളം പുണ്യങ്ങൾ കരസ്ഥമാക്കിയിട്ട് ആ പുണ്യങ്ങളെ ഒറ്റ ദിനരാത്രം കൊണ്ട് തകിടം മറിക്കുന്ന കൂട്ടരായിട്ട് നമ്മൾ മാറരുതെന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃത്യതയോടുകൂടി, ചിട്ടയോടുകൂടി നമുക്ക് നമ്മുടെ ഇബാദത്തി കർമ്മങ്ങൾ, നമ്മുടെ ജീവിത മൂല്യങ്ങൾ നമുക്ക് തുടർച്ചയോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കണമെന്നതാണ്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഇത് ജീവിതകാലം, നമ്മൾ എത്ര കാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നുവോ ആ ജീവിതകാലം അത്രയും നമുക്ക് വഴിവെളിച്ചമായിട്ട് നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ അമലുകൾ മാറ്റി തീർക്കാൻ നമുക്ക് സാധിക്കണം. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് നമ്മൾ നിരന്തരം ചേർത്ത് വെക്കുന്നതിലൂടെയാണ്.
ഒരു കാര്യം നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ അത് തുടരെ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് അതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കുക. നമ്മൾ ഖുർആൻ പഠനത്തെ പറ്റി പറയാറുണ്ട്, അതിന്റെ തിലാവത്തിനും ഖിറാഅത്തിനും അപ്പുറം നമുക്കതിനെ തദബ്ബുർ ചെയ്യാൻ സാധിക്കണം. അതിന്റെ ആഴത്തിലുള്ള പഠനങ്ങൾക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം. ഇതുപോലെ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ നമുക്ക് ജീവിതത്തിന്റെ തൊട്ടടുത്ത് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം. ആ ചേർത്ത് വെക്കലുകളിലൂടെയാണ് റബ്ബ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ വളരെ തൊട്ടടുത്ത് റസൂലിനോട് പറയുകയാണ്, എന്റെ അടിമ നിന്നോട് എന്നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ അവരുടെ തൊട്ടടുത്തുണ്ടെന്ന് റസൂലെ പറയുക എന്നുള്ളതാണ്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അമലുകളും കാര്യക്ഷമതയോടുകൂടി നല്ല നീയത്തോടുകൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക, റബ്ബിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ തൗഫീഖ് പടച്ചറപ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ജീവിതകാലം അത്രയും നമ്മിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് നമുക്ക് നമ്മൾ ചെയ്ത അമലുകൾ കൊണ്ട് നമുക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഫലസ്തീനുമായിട്ട് ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ. ഫലസ്തീനിലെ വിമോചന പോരാട്ടങ്ങളെ പറ്റി നമ്മൾ അനേകം കേട്ട മനുഷ്യരാണ്. എല്ലാ റമദാൻ വന്നെത്തുമ്പോഴും അവര് വളരെ പ്രയാസത്തോടു കൂടിയാണ് റമദാനെ അവര് സ്വീകരിക്കാറ്. റമദാന്റെ ദിനരാത്രങ്ങളിൽ അവര് നോമ്പനുഷ്ഠിക്കാറും മറ്റ് ഇബാദത്തുകളൊക്കെ നടത്താറ്. അതിന് തുടർച്ചയെന്നോളം ഈ റമദാനിലും അവർ അനേകം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട സമയമായിരുന്നു. ഈ ഫലസ്തീന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്കറിയാവുന്നതാണ്. അഥവാ ഈ ഹമാസ് എന്നുള്ളത് ഇസ്രായേലിന്റെ വലിയൊരു പേടി സ്വപ്നമാണ്. നമുക്കറിയാം, ഇസ്ലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് എണ്ണം കൊണ്ട് വലിയ കരുത്തുള്ള കൂട്ടരൊന്നായിരിക്കില്ല. അഥവാ ആയുധ സൈന്യം കൊണ്ടും അവര് വലിയ കരുത്തുള്ള മനുഷ്യരൊന്നായിരിക്കില്ല. നേരെ മറിച്ച് പടച്ച റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട്, റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അവരുടെ പോരാട്ടങ്ങളിൽ വിജയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതയാത്രയിൽ അവരുടെ പോരാട്ട ഘട്ടങ്ങളിൽ അവര് അനുഗ്രഹം നേടിയെടുത്തിരുന്നത്, അവര് തണൽ നേടിയെടുത്തിരുന്നത് റബ്ബിലുള്ള അചഞ്ചല വിശ്വാസം കൊണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഈ ഫലസ്തീൻ പോരാട്ടങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനമുണ്ട്. ഇത് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരുന്നു. അതെന്തെന്ന് വെച്ചാൽ, ഈ ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചില ആളുകൾ, നമ്മിൽ തന്നെയുള്ള പല ആളുകളും, നമ്മുടെ മുസ്ലിം ഉമ്മത്തിലുള്ള പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചർച്ചയിൽ ഹമാസിന്റെ വലിയൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഫലസ്തീനിൽ ഈ നടന്നിട്ടുള്ള അക്രമങ്ങളൊക്കെ നടന്നത് എന്ന രൂപത്തിലുള്ള പല ചർച്ചകളും നമ്മുടെ സമൂഹത്തിൽ നടന്നിരുന്നു. ഇതുപോലെ തന്നെ ഇവര് ഹമാസിന്റെ നേതാക്കൾ അവരുടെ കുടുംബത്തെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടാണ് അവര് ഫലസ്തീനിലെ ആളുകളെ യുദ്ധത്തിനും അല്ലെങ്കിൽ പോരാട്ടങ്ങൾക്കും ഇറക്കി വിട്ടിരുന്നത് എന്ന രൂപത്തിലൊക്കെയുള്ള പല ചർച്ചകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ, നമ്മൾ വളരെ സന്തോഷപൂർവ്വം, നമ്മൾ വളരെ ആഹ്ലാദപൂർവ്വം ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഫലസ്തീനിലെ ഉമ്മമാരും ഫലസ്തീനിലെ പോരാളികളും അവരുടെ ഈദുൽ ഫിത്ർ ആഘോഷിച്ചിരുന്നത് റബ്ബിന്റെ മുമ്പിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അഥവാ അവരുടെ സ്വന്തക്കാരായ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഫലസ്തീനിലെ നമ്മുടെ നേതാക്കളായ പല ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരുടെ മാർഗദർശികളായിരുന്ന, അവരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അഥവാ അവര് സ്വന്തത്തെ മറന്നുകൊണ്ട്, സ്വന്തം ജീവിതത്തെ മറന്നുകൊണ്ട് പോരാടിയ മനുഷ്യരായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടിലുണ്ടായിരുന്ന നമ്മുടെ ഫലസ്തീന നേതാക്കൾ എന്നുള്ളത്. ഇതുപോലെ തന്നെ പല ആളുകളും നമുക്കറിയാം, ഫലസ്തീന നേതാക്കളെ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവര് സ്വന്തത്തെ മറന്നുകൊണ്ട്, സ്വന്തം ജീവിതത്തെ, സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട് പ്രവർത്തിച്ച പോരാടിയ ആളുകളായിരുന്നു. അത് ഇസ്മായിൽ ഹനിയയിലൂടെയും അതുപോലെ തന്നെ മറ്റു പല നേതാക്കളിലൂടെയും നമ്മളത് കരസ്ഥമാക്കുകയുണ്ടായി.
അഥവാ ഇസ്മായിൽ ഹനിയുടെ ഒരു ജീവിതം ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ ഒരു അക്രമത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഈ ഘട്ടത്തിലും അദ്ദേഹം വെച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്ന വാചകങ്ങൾ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവര് എന്നെ ക്ഷണിക്കാൻ ഈ ഫലസ്തീനിലെ മക്കളെ സ്വീകരിക്കുന്നതിന് വേണ്ടി, ഫലസ്തീനിലെ ബാക്കിയുള്ള ആളുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ നേരത്തെ സ്വർഗീയ ആരാമങ്ങളിൽ ചെന്ന് കാത്തു നിൽക്കുന്നവരായി കൊണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ഇസ്മായിൽ ഹനിയുടെ ഭാര്യ പറഞ്ഞു വെച്ച ഒരു പദപ്രയോഗം നമുക്ക് വലിയ പ്രചോദനമാണ്. അവർ പറഞ്ഞിരുന്നത് തന്റെ ഭർത്താവിനോട് സലാം പറയുകയാണ്. സലാം പറഞ്ഞുകൊണ്ട് പറയുന്നത്, നാളെ ഞങ്ങളും അവിടേക്ക് എത്തിച്ചേരും, ഞങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവിടെ ഞങ്ങളെ കാത്തു നിൽക്കണമെന്നുള്ളതാണ്. അഥവാ സ്വന്തം ജീവിതത്തിന്റെ പകുതിയായ ജീവിത പങ്കാളി മരിച്ചു കിടക്കുന്ന ഘട്ടത്തിൽ, രക്തസാക്ഷിയായി കിടക്കുന്ന ഘട്ടത്തിൽ വളരെ സന്തോഷപൂർവ്വം റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടവര് പറഞ്ഞു വെച്ചിരുന്ന വാചകങ്ങൾ നമുക്ക് വലിയ പ്രചോദനമാണെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇപ്പറഞ്ഞ ഈ ഇസ്മായിൽ ഹനിയുടെ ഭാര്യ പറഞ്ഞ മറ്റൊരു പദപ്രയോഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ പറയുന്നത് ഈ സ്വർഗത്തിലേക്ക് ആദ്യം ചെന്നെത്തിയിട്ടുള്ള നമ്മുടെ കൊച്ചു മാലാഖമാരുണ്ടല്ലോ, നമ്മുടെ സഹപ്രവർത്തകരുണ്ടല്ലോ, നമ്മുടെ ഒപ്പം ജീവിച്ചിരുന്ന സഹവാസികളുണ്ടല്ലോ, അവരോട് നിങ്ങൾ സലാം പറയാനാണ്. നമ്മുടെ സന്തോഷപൂർവ്വമാണ് അവരെ ആ രക്തസാക്ഷികൾ അവരെ യാത്രയാക്കിയിരുന്നത്. ഇങ്ങനെ സ്വന്തത്തെ മറന്നുകൊണ്ട് സ്വന്തം ഉമ്മത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച പോരാളികളാണ് ഫലസ്തീനിലെ പോരാളികൾ എന്നുള്ളത്. ഇവര് നമുക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രചോദനത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ സാധിക്കാം. ഇതെന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫലസ്തീനിന്റെ പോരാട്ടത്തെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഓർമ്മപ്പെടുത്താൻ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളെ മറക്കരുതെന്നതാണ്. നമ്മുടെ സഹപ്രവർത്തകരെ, സഹയാത്രികരെ, നമ്മുടെ ഉമ്മത്തിന്റെ വാഹകരെ നമ്മൾ മറക്കരുത് എന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഫലസ്തീനിലേക്ക് ഒന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും വലിയ പ്രതിസന്ധിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത വളരെ ഭീകരജനകമായിട്ടുള്ള, മുസ്ലിം ഉമ്മത്തിനെ അടിച്ചു തകർക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള പല വാർത്തകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വഖഫിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്തിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടകൾ നമ്മൾ കണ്ടതാണ്. അഥവാ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അനേകം കേട്ടവരും പഠിച്ചവരും ഒക്കെയാണ്. അഥവാ ഒരു ഉമ്മത്തിനെ, ആ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ വാചകം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വലിയൊരു കെട്ടുറപ്പ് കൊണ്ട് തകർക്കാൻ, അതിനെ തകർത്തെറിയുന്നതോടുകൂടി ഉമ്മത്തിനെ തകർത്തെറിയാൻ സാധിക്കുമെന്ന രൂപത്തിലാണ് ശത്രുക്കൾ അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഭരണകൂട സംവിധാനങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേട്ടവരാണ്. ഇത് നമുക്ക് നൽകുന്ന ചില വാണിംഗുകളുണ്ട്. അഥവാ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ചേർന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്, വഖാല തആല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വൻ-നസാറ ഔലിയാ ബഅദുഹും ഔലിയാ ബഅദിൻ വമൻ യതവല്ലാഹു മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ എന്നുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്, വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അഥവാ വഖഫ് സ്വത്തുകൾ കൊള്ളയടിക്കുന്നതിനോടുകൂടി ഫാസിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്ന ചില വാചകങ്ങളുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഉമ്മത്തിനെ ഇല്ലാതാക്കാനാണ് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഇതോടുകൂടി ഈ വഖഫ് ഭേദഗതി ബില്ലിനോടുകൂടി നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കൃത്യമായ ശത്രുക്കളാണെന്നും ഈ ശത്രുക്കൾ അഴിച്ചുവിടുന്ന പ്രലോഭനങ്ങളും അവർ അഴിച്ചുവിടുന്ന വാചകങ്ങളും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അഥവാ ഒന്നടങ്കം മുസ്ലിം ഉമ്മത്ത് ഒത്തുചേർന്നുകൊണ്ട് ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ മുഖ്യ ശത്രുക്കളായിട്ട് നമ്മൾ പറയാറുള്ള ഹിന്ദു സമൂഹമുണ്ടല്ലോ, അവരെ പറ്റി നമ്മൾ പഠിക്കുമോ, അവരെ പറ്റി നമ്മൾ മനസ്സിലാക്കുമോ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത എന്തെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഹിന്ദുത്വ സമൂഹത്തിന് കൃത്യമായിട്ടൊരു നേതൃത്വം ഇല്ല എന്നതാണ്. അവർക്ക് കൃത്യമായിട്ടൊരു നേതൃത്വമില്ല. മറിച്ച് അവര് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്നത് കൊണ്ട്, അഥവാ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിക്കൊണ്ട് അതിന്റെ നേതാക്കളായി മാറിക്കൊണ്ട് അവരുടെ ഹിന്ദുത്വ വംശീയതയെ അഴിച്ചുവിടാൻ, ആ ഹിന്ദുത്വ വംശീയതയിലൂടെ മുസ്ലിം ഉമ്മത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെ ഇവർ നടത്തുന്ന ഈ പ്രലോഭനങ്ങളും ഇവർ നടത്തുന്ന പ്രതിഷേധങ്ങളും ഒക്കെ പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു തരത്തിലും പ്രതിസന്ധിയോ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നല്ല. മറിച്ച് നമ്മള് മുസ്ലിം ഉമ്മത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത്. അഥവാ മുസ്ലിം ഉമ്മത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും ഇത് വെളിച്ചം വീശുന്ന ജീവിത സംവിധാനം എന്താണെന്നും അഥവാ എന്താണ് യഥാർത്ഥ വഖഫ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കണം. ഇത് മുസ്ലിങ്ങളുടെ ഒരു മതപരമായ നീക്കുപോക്കാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യൻ ഭരണകൂടവും ഒക്കെ നമുക്കിതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ ഏറ്റവും വലിയ മതസമൂഹമായ ക്രിസ്തീയ സമൂഹം പോലും ഇതിനെതിരെ നമ്മോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പോലും ഒളിഞ്ഞു നിന്നുകൊണ്ട് ചിലപ്പോ പുറംമോടിയിൽ, ചിലപ്പോ അവർ നമ്മോട് ഐക്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും അവർ പുറംമോടിയിൽ നിന്നുകൊണ്ട് നമ്മെ എതിർക്കാൻ ശ്രമിക്കുന്ന പലതും നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമുക്ക് ഭരണ സംവിധാനങ്ങളിൽ നിന്ന് നമ്മൾ കണ്ട പല വാർത്തകളും. അവിടുത്തെ ഭരണാധികാരികൾ ഇതിനെതിരെ സംസ്കാരിക്കുന്നതിന് പകരം അവര് ഇതിനോട് ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഇതിൽ നിന്നും മറഞ്ഞു നിന്നുകൊണ്ട് അവിടെ ഹാജരാവാത്ത രൂപത്തിലൊക്കെ ഇതിനോട് പ്രതിഷേധം സിദ്ധിക്കുന്ന, അത് മാത്രമല്ല അവരുടെ വാചകങ്ങളുടെ, അവരുടെ സംവിധാനങ്ങളെ, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ സംസാരിക്കാൻ ഭയക്കുന്ന രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് നൽകുന്ന ചില വാണികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നൽകുന്ന ചില വാണികളുണ്ട്. അഥവാ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉമ്മത്തിന് വേണ്ടി പോരാടാൻ സാധിക്കണം. അഥവാ ഈ വർഗീയതക്കും ഈ വംശീയതക്കും ഒക്കെ എതിരെ അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നമുക്ക് ഇറക്കി വിട്ടു തരുന്ന ഈ പ്രതിസന്ധികൾക്കെതിരെ നമുക്ക് ഒന്നിച്ചു നിന്ന് പോരാടാൻ സാധിക്കണം. നമ്മള് നേരത്തെ NRCയും CAA ഒക്കെ വന്ന ഘട്ടത്തിൽ നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടിയ മനുഷ്യന്മാരായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണം. ആ ഒന്നിച്ചു നിൽക്കുന്നതോടുകൂടിയാണ് നമുക്ക് നമ്മുടെ ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവത്തായ വഖഫിനൊക്കെ സംരക്ഷിക്കാൻ, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കുക. ഇതുപോലെ തന്നെ റബ്ബ് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന റബ്ബിന്റെ യാഥാർത്ഥ്യത്തെ, റബ്ബിന്റെ ഹക്കിനെ മറ്റാര് വന്നാലും തകർക്കാൻ സാധിക്കില്ല എന്നത് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് റൂം നമുക്ക് നൽകുന്ന ചില പ്രചോദനങ്ങളുണ്ട്. സൂറത്ത് റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. സൂറത്ത് റൂമിന്റെ അവതരണ പശ്ചാത്തലത്തിലൂടെ റബ്ബ് നമ്മോട് സംസാരിക്കുന്നത് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വലിയ സംവിധാനങ്ങൾ തമ്മിലുള്ള, വലിയ സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരു വശത്ത് ക്രിസ്ത്യാനികളായ റോമൻ ഭരണകൂടവും, മറ്റൊരു വശത്ത് പിന്നെ മജൂസികളായ ആളുകൾ തമ്മിലുള്ള പോരാട്ടത്തെ പറ്റി റബ്ബ് നമ്മോട് സംസാരിക്കുന്നത്, അവിടെ മജൂസികളായ ആളുകൾ ക്രിസ്ത്യാനികളെ അടിച്ചമർത്തിയ ഘട്ടത്തിൽ റബ്ബ് ഈ സൂറത്ത് റൂം കൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അവിടെ എല്ലാം തച്ചുതകർത്ത് ഇല്ലാതായ ഘട്ടത്തിൽ പോലും റോമൻ സമൂഹം അവിടെ ഉയർത്തിയേറ്റ് വരുമെന്ന, അല്ലെങ്കിൽ അവർ വിജയിച്ചു വരുമെന്ന ഒരു പ്രചോദനവും വലിയൊരു വാക്യവുമാണ് റബ്ബ് അവിടെ പരിചയപ്പെടുന്നത്. അതാണ് നമ്മൾ പിന്നെ ചരിത്രത്തിൽ കണ്ടതും. അവിടെ മജൂസികളായ ആളുകൾ ഇല്ലാതായ, അവിടെ എല്ലാം ഇല്ലാതായ ചില സാഹചര്യം നമ്മൾക്ക് കാണാൻ സാധിച്ചു. അഥവാ സൂറത്ത് റൂമിലൂടെ റബ്ബ് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയ വലിയ പ്രചോദന വാക്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നൽകുന്ന പ്രചോദനം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് റബ്ബിലുള്ള അടിയുള്ള ചലഞ്ചലമായ വിശ്വാസം കൊണ്ടല്ലാതെ നമുക്ക് വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല എന്നതാണ്. അഥവാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് തന്നെ സംസാരിച്ചാലേ നമുക്ക് ഇതിനൊക്കെ സംരക്ഷിക്കാൻ, നമ്മുടെ ഉമ്മത്തിനെ നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പ്രചോദന പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടണം. നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഭാഗമാക്കണം. നമ്മളാൽ കഴിയുന്ന, നമുക്കറിയാം, റമദാനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരം കൊണ്ട് വലിയ ത്യാഗപൂർണമായ കാര്യങ്ങൾ ചെയ്തു തീർത്ത മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ സമ്പത്ത് കൊണ്ട് വലിയ പ്രചോദന പ്രവർത്തനങ്ങൾ, വലിയ നേട്ടങ്ങൾ നേടിയെടുത്ത മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ത്യാഗത്തിലും നമ്മുടെ ചരിത്രം നമുക്ക് പകർന്നു നൽകുന്നത് ഒക്കെ തന്നെയാണ്. നമ്മുടെ
മുൻഗാമികളായ പ്രവാചകന്മാരും നമ്മുടെ സഹാബത്തും ഒക്കെ നമുക്ക് പകർന്നു നൽകിയ പ്രചോദനം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആധുനിക സമൂഹത്തിന് നമ്മുടെ പ്രചോദനമായ ഫലസ്തീനിലെ വിമോചന പോരാട്ടങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിന്റെ വിജയത്തിന് വേണ്ടി നമുക്ക് സംസാരിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. നമ്മുടെ റമദാനിൽ നേടിയെടുത്ത ഊർജ്ജം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള ജീവിതത്തിന് വലിയ വെളിവെളിച്ചമായിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ വലിയ പ്രചോദനത്തിന് വേണ്ടി വലിയ വിശാലതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീന ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.